ഇവിടെ ഒന്നും ശരിയാവരുത്, ഇതിങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ ആവശ്യം ഇത് ഇങ്ങനെ പോയാലാണ് അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അന്നത്തെ ഒരു കൗൺസിലർ വന്നിട്ട് എൻ്റെ ഓഫീസിലിരുന്ന് എൻ്റെ ഫയലൊക്കെ വലിച്ചെടുത്ത് കയറി ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി. അന്ന് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കയറിയിരിക്കുന്ന ഒരു സ്റ്റാഫാണ്. ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിലേക്ക് മാറുന്നത് നല്ലതാണ് എന്ന് എൻ്റെ കാരണം അനീതിക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ജോലി രാജിവെച്ചു, മത്സരിച്ചു. Leading a city is not about power, it's about responsibility. Every morning, while a city wakes up to traffic, work, dreams and chaos, someone is carrying the pressure of making life better for thousands of people. യഥാർത്ഥത്തിലുള്ള ആളുകളിലേക്ക് സഹായങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെത്തിക്കുക എന്നുള്ളത് വളരെ ചുരുക്കം ആളുകൾ മാത്രം ഇന്നും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ചെയ്യാൻ മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥനെത്തേണ്ടതുണ്ട്. പലപ്പോഴും എൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് വഴക്കിടുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പീഡ് നമ്മുടെ വർക്കിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ഈ കുറ്റമെല്ലാം അതെ. ഇപ്പോൾ എനിക്കെതിരെ ഇപ്പോൾ ആരോപണം വരുന്ന ഒരു വിജിലൻസ് കേസുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു കൈവയ്ക്കരുത്, കൈവച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചത് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ. ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൽ എൻ്റെ ഭാഗം ശരിയാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുക. കൂടെ നടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിൽ തുറന്ന് ഒരു ആഗ്രഹമുണ്ട്. എന്നെ ഏൽപ്പിച്ചത് സ്ഥിരമായി അത് കൃത്യമായി ഒരു ലക്ഷ്യത്തിലെത്തിക്കണമെന്നില്ല. 1, 2, 3 എന്ന് എണ്ണി കാണിക്കാൻ പറ്റണം ഞാൻ മേയറായിരുന്നപ്പോൾ എന്ത് ചെയ്യണം. 2-3 സിഗ്നേച്ചർ പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ 50 ദിവസത്തിൽ പറഞ്ഞ ഒരു 21 കാര്യങ്ങളിൽ ഒരു 20 കാര്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അതിൽപ്പെട്ട ഒരമ്മ പറഞ്ഞ കൈപിടിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, 7 തലമുറ പുണ്യം ഉണ്ടാവും. അതാണ്. Today on Shine with Nalin, we speak to the new face of Kochi's leadership, a 4-time councillor and now the mayor of Kochi. അച്ഛനെ വെറുതെ കൈ നോക്കുമല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു മക്കളിൽ ഒരാൾ പൊളിറ്റിക്കലി ഭയങ്കര ഉയരങ്ങളിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവളായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ പൊളിറ്റിക്കൽ മത്സരങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വരുന്നത്. ചിലപ്പോൾ ഞാനെപ്പോഴും ഇടയ്ക്കൊക്കെ എന്നെ ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ അച്ഛൻ്റെ ആത്മാവൊക്കെ എൻ്റെ യാത്രയിൽ എനിക്ക് സഹായമായിട്ടുണ്ട്. തീർച്ചയായും. Epilogue of heroes from our neighborhood unseen. Come, be my guest.